ഹലോ എവരി വൺ, ഇന്നൊരു റെസിപ്പി അല്ല കേട്ടോ. ഇന്ന് ഒരു മുട്ട എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുട്ട നല്ലതാണോ ചീത്തയാണോ എന്നെങ്ങനെ മനസ്സിലാക്കാം, അതെങ്ങനെ നല്ല രീതിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം, എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നൊക്കെ ചേർത്ത് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ബേസിക്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, ഇപ്പം പാചകം പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുക്കിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ 4 മുട്ടയാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് നല്ലതാണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കണം. ഡിപ്പ് ചെയ്ത് നോക്കുമ്പം മുട്ടയൊക്കെ ഫ്ലോട്ട് ആകാതെ സിങ്ക് ആകുകയാണെങ്കിൽ, മുട്ടയൊക്കെ താന്നു പോവുകയാണെങ്കിൽ അത് നല്ല മുട്ടയാണ് എന്നാണ് അതിനർത്ഥം. അഥവാ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് നല്ല മുട്ടയല്ല, നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈ മുട്ട അതിനകത്ത് താന്നു കിടക്കുകയാണല്ലോ, അപ്പോൾ അത് നല്ല മുട്ടയാണ്, നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ മുട്ടയെല്ലാം ഒരുമിച്ചിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കണമെന്നില്ല. വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ പാത്രം എടുത്ത് അതിലെല്ലാ മുട്ടയും കൂടെ ഇട്ട് നോക്കിയാൽ മതി. നല്ല മുട്ടകളൊക്കെ താന്ന് കിടക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള മുട്ടകളൊക്കെ പൊങ്ങിക്കിടക്കും. അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 മുട്ടയും കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഒരു പാത്രം സെലക്ട് ചെയ്യണം. ഈ മുട്ട എല്ലാം വേറെ വേറെ കിടക്കുന്ന അത്രയും, പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മുട്ടയുടെ മേള് വരെ വേണം, അതുപോലെയുള്ള അത്രയും കുഴിവുള്ള ഒരു പാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം 4 എണ്ണം ഉള്ളതുകൊണ്ട് ഒരു ചെറിയ പാത്രം മതി. ഇപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം ചൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ മുട്ടകൾ വെച്ച് കൊടുത്തിട്ട് വെള്ളം നിറയ്ക്കുക. മുട്ട വെള്ളത്തിൽ നല്ല പോലെ മുങ്ങിക്കിടക്കണം. അതിനത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം മുട്ടയെല്ലാം മുങ്ങിയിട്ടുണ്ട്, ഇത്രയും വെള്ളം മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് മുട്ടത്തോട് പെട്ടെന്ന് ഇളകി പോരാനായിട്ട് സഹായിക്കും. അതിനാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ മുട്ട തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. ആകെ സമയമല്ല, 5 മിനിറ്റ് തിളപ്പിക്കുക തന്നെ വേണം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കണം, അതേ വെള്ളത്തിൽ തന്നെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മുട്ട എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം. നമ്മൾ ടാപ്പ് വാട്ടർ തണുത്താണെങ്കിൽ അത് തന്നെ മതിയാവും. അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് തണുത്ത വെള്ളമാക്കണം. അതിലേക്ക് നമ്മൾ ഈ പുഴുങ്ങിയ മുട്ടകൾ മാറ്റിയിടണം. അത് കഴിഞ്ഞ് ഈ തണുത്ത വെള്ളത്തിലും ഒരു 5 to 10 മിനിറ്റ്സ് നല്ലപോലെ തണുക്കുന്നിടം വരെ ഇടണം. തണുക്കുന്നതിന് മുന്നേ മുട്ട പൊളിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ തോട് ഇളകി വരത്തില്ല. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി മുട്ട പൊളിച്ച് നോക്കാം. മുട്ട പൊളിക്കാനായിട്ട് 1-2 വിദ്യ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ 1-2 എണ്ണം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ചെറിയ ഡബ്ബ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സ്പീഡിൽ അതൊന്ന് നന്നായിട്ട് കുലുക്കുക. ഒത്തിരി ശക്തിയിൽ ഷെയ്ക്കുകയല്ല, അപ്പോഴത്തേക്കിന് അത് വല്ലാതെ പൊട്ടിപ്പോവും. മീഡിയം സ്പീഡിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ നോക്കിക്കേ, നല്ല പോലെ അതിൻ്റെ തോടൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് പൊളിച്ച് മാറ്റാം. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. 4-5 മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളൂ. കുറേയേറെ മുട്ടകൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ബോർഡിലോ കല്ലിലോ ഒക്കെ ഒന്ന് തട്ടി പൊട്ടിക്കാനേ പറ്റുകയുള്ളൂ. പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് 2 മുട്ടകൾ എടുത്ത് അത് രണ്ടും കൂടി ഒന്ന് കൂട്ടിയിടിക്കുക. പിന്നെ സാവകാശം അതിൻ്റെ തോട് പൊളിച്ച് മാറ്റുക. അപ്പോഴും ഈസി ആയിട്ട് ഇത് പൊളിഞ്ഞു പോരുന്നതാണ്. നമ്മൾ ഉപ്പിട്ട വെള്ളത്തിലാണ് ഇത് പുഴുങ്ങിയിരിക്കുന്നത്. പിന്നെ തണുക്കാനായിട്ട് തണുത്ത വെള്ളത്തിലിട്ടു. ആ സ്റ്റെപ്പൊക്കെ ചെയ്താലേ ഇങ്ങനെ പൊളിഞ്ഞു പോരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത്ര ഈസി ഒന്നും അല്ല. മുട്ടയെല്ലാം പൊട്ടിപ്പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും തോട് പൊളിഞ്ഞു വരത്തില്ല. പിന്നെ മൂന്നാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലോ എവിടെയെങ്കിലും നന്നായിട്ടൊന്ന് തട്ടിയിട്ട്
പൊളിച്ചു കൊടുത്താലും അത് നന്നായിട്ട് പൊളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 3 മുട്ട പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയൊക്കെ എങ്ങനെ കട്ട് ചെയ്യാമെന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഒരു ത്രെഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പം ഇങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് നടുക്കൂടെ ഒന്ന് ഇച്ചിരി ശക്തി കൊടുത്ത് പ്രഷർ കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ത്രെഡ് വെച്ച് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഓവൽ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അതിന് ഓവൽ ഷേപ്പിലും ഈ ത്രെഡ് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാണിച്ചു തരാം. കണ്ടോ, ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എഗ് കട്ടേഴ്സ് ഒക്കെ അവൈലബിൾ അല്ലേ മാർക്കറ്റിൽ. അങ്ങനെ എഗ് കട്ടേഴ്സ് വെച്ച് നമുക്ക് ഈ പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് സൂപ്പിലൊക്കെ ഇടാനായിട്ട്, നൂഡിൽസിനകത്തൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ എഗ് കട്ടേഴ്സ് മാർക്കറ്റിൽ വരുന്ന ഉപയോഗിക്കാം. അതിനകത്ത് നമുക്ക് ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പം സർക്കുലർ ഷേപ്പിലാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ലിഡിൽ നിറയെ ഇങ്ങനെ ത്രെഡാണല്ലോ, അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അത് കട്ട് ചെയ്ത് കിട്ടും. അപ്പം നമ്മൾ മുട്ട കട്ട് ചെയ്യുന്ന പല രീതികൾ കണ്ടു. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് അത് 1/4 ആക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തത് ഒന്നും കൂടെ ത്രെഡ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഏത് രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും മുട്ട ആരോഗ്യത്തിന് നല്ലതാണ്. ഒരെണ്ണം ഒരു ദിവസം കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മുട്ട സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് കാൽഷ്യം, ഫോസ്ഫറസ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് മിനറൽസ് ഒക്കെ കിട്ടുന്നതാണ്. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ മുട്ടയുടെ ഉണ്ണി ഉപയോഗിക്കാതെ വെള്ളം മാത്രം ഉപയോഗിച്ച് അത് എല്ലാ ദിവസവും കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നല്ല മുട്ട തിരഞ്ഞെടുക്കുന്നതെന്നും അതെങ്ങനെയാണ് പുഴുങ്ങി നന്നായിട്ട് പൊളിച്ചെടുക്കുന്നതെന്നും ഒക്കെ ഡൗട്ടുകളെല്ലാം മാറിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ആദ്യമായിട്ട് ഇന്ന് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. May God bless you all. With love, Marine Teacher.